എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാവാണ്, ഒരു ഇൻവെർട്ടറാണ്, ഇൻട്രോവേർട്ടാണ്. പിന്നെ പറയുവാണ് എന്താ എന്നപ്പ പറയാ, പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്ത് കാര്യത്തിനും എന്തിനും എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. എന്താ നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. അതിന് കുറച്ച് കല്യാണത്തിൻ്റെ അടുത്തായപ്പോഴാണ് പുള്ളിനോട് ഞാൻ ഓപ്പണായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. അപ്പം എന്നാ പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയുക, സാരമില്ല നമുക്കതെല്ലാം ശരിയാക്കി എടുക്കാം, വിഷമിക്കൊന്നും വേണ്ട, ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു എന്താ പറയുക ബാക്ക് ബോൺ രീതിയിൽ അങ്ങ് നിന്ന്. എന്നിട്ട് അപ്പം പിന്നെ എനിക്കും തോന്നി ഓക്കെ കുഴപ്പമില്ല, മാരേജ് ലൈഫ് സെറ്റപ്പ് ആയിരിക്കും, മുമ്പോട്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്ത് പോവാന്നൊക്കെ തോന്നി. അങ്ങനെ ഇപ്പൊ ഇവിടം വരെ എത്തി. गुनगुनी सी होने लगी है सर्दियाँ, तुमसे मिले तो देखो शहर में खिलने लगी है वादियाँ। साया मेरा है तू और मैं तेरा, तू दिखेगा। ഫസ്റ്റ് നമ്മൾ കാണുന്നത് വീഡിയോ കോളിൽ കൂടെയാ. ആദ്യമായിട്ട് വീഡിയോ കോൾ ചെയ്ത് എന്ത് ചെയ്യാൻ, വെറൈറ്റി പെണ്ണാണല്ലായിപ്പോയി. എന്നിട്ട് നേരിട്ടുണ്ടപ്പ ആ കൊള്ളാം എന്നുള്ളൊരു സെറ്റപ്പ്. എന്നെ ആരും നോക്കരുത്, ഞാൻ ആരെയും നോക്കത്തില്ല, ഞാൻ ഒരു വൈറ്റ് ഫ്ലാഗാണ്, ഞാൻ ഇൻട്രോവേർട്ടാണ്. ഇതാണ് പുള്ളിയുടെ മെയിൻ എയിം. ഞാൻ നേരെ തിരിച്ചാണ്, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ നല്ല വഴിയെ കൂടെ പോണ പട്ടിയെടുത്തും പൂച്ചയെടുത്തൊക്കെ ഞാൻ മിണ്ടുന്ന ഒരു ടൈപ്പാണ്. നല്ല സെറ്റപ്പായിട്ട് അത്യാവശ്യം നല്ല രസമൊക്കെ ആയിട്ട് അങ്ങനെ നല്ല സെറ്റപ്പായിട്ട് ജീവിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അതാണ്.